ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം വരെയില്ല ജീവൻ, ജയത്തോടെ ജീവിതം വരെയില്ല ജീവൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം വരെയില്ല ജീവൻ, ജയത്തോടെ ജീവിതം വരെയില്ല ജീവൻ. പരിശുദ്ധനാമം ശക്തിയാലെ നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധനാമം ശക്തിയാലെ നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം വരെയില്ല ജീവൻ, ജയത്തോടെ ജീവിതം വരെയില്ല ജീവൻ. പരിശുദ്ധനാമം ശക്തിയാലെ നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധനാമം ശക്തിയാലെ നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം വരെയില്ല ജീവൻ, ജയത്തോടെ ജീവിതം വരെയില്ല ജീവൻ. പരിശുദ്ധനാമം ശക്തിയാലെ നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധനാമം ശക്തിയാലെ നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ഗീതം നമുക്ക് പാടാം. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെ. ചേർന്ന് പാടാം. പുതിയതാണെങ്കിൽ നമുക്ക് ചേർന്ന് പഠിക്കാനുള്ള അവസരമുണ്ടല്ലോ. നമുക്ക് ചേർന്ന് പാടി മഹത്വപ്പെടുത്താം. പുറത്തുള്ള സഹോദരങ്ങൾ ദയവായി പള്ളിക്കുള്ളിലേക്ക് കയറിയിരിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കും. പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ഗീതം. ഹൃദയ
കവർന്നോരേ യേശുവേ എൻ ഹൃദയത്തിലുടയോരേ ഹൃദയത്തിൽ കവർന്നോരേ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ എന്റെ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ വേഗത്തിൽ വരുമേ വേഗത്തിൽ വരുമേ എന്നെയും ചേർത്തിടുവാ വേഗത്തിൽ വരുമേ വേഗത്തിൽ വരുമേ എന്നെയും ചേർത്തിടുവാ കണ്ണോടെ തുടയ്ക്കും യേശുനാഥനെ കണ്ണോടെ തുടയ്ക്കും യേശുനാഥനെ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ എന്റെ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ കൺകള കാണേ കൺകള കാണേ പ്രിയ രക്ഷകനേ കൺകള കാണേ കൺകള കാണേ പ്രിയ രക്ഷകനേ സുന്ദര രൂപനേ വന്ദിതനാഥനേ സുന്ദര രൂപനേ വന്ദിതനാഥനേ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ എന്റെ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ വാക്കുകൾ വിട്ടിയ പോരായി തന്നേശുവേ ആയിരം വാക്കുകൾ വിട്ടിയ പോരായി തന്നേശുവേ ദിനത്തോറും വേണമേ വരവോളം വേണമേ ദിനത്തോറും വേണമേ വരവോളം വേണമേ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ എന്റെ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ യേശുവേ എൻ ഹൃദയത്തിനുടയോരേ എൻ ഹൃദയത്തെ കവർന്നോരേ യേശുവേ എൻ ഹൃദയത്തിലുടയോരേ ഹൃദയത്തെ കവർന്നോരേ നിക്ഷേപം നീ തന്നെയാ
നിക്ഷേപം നീ തന്നെയാ, നിന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറിയുടെ രണ്ടാമത് മേരി ജോൺസ് വിമൻസ് ഫെലോഷിപ്പ് റിട്രീറ്റ് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് ഏറ്റവും അഭിനന്ദനായ മോസ്ലോ ഡോക്ടർ ഭാരൻ മാർക്കസ് ഓസ്റ്റോസ് തിരുമേനി വളരെ നേരത്തെ തന്നെ നമ്മുടെ മധ്യത്തിലേക്ക് എത്തിച്ചേർന്നു. വിശിഷ്ടാതിഥികൾ എല്ലാവരും നമ്മുടെ മധ്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത അംഗങ്ങളൊക്കെയും വളരെ നേരത്തെ തന്നെ ഈ ദൈവാലയ അംഗണത്തിലേക്ക് എത്തിച്ചേർന്നു. ഗായക സംഘാംഗങ്ങൾ നമുക്ക് 9:30 തന്നെ പാട്ടോടുകൂടി ആരംഭിക്കാനൊക്കെ ഇടയാക്കി. എല്ലാവരെയും ഓർമ്മ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം കോമ്പയർ ചെയ്യുവാൻ വേണ്ടുന്ന അതിൻ്റെ ഡയറക്ഷൻസ് ഒക്കെ ചെയ്യുവാനായിട്ട് നമ്മുടെ മധ്യത്തിലുള്ളത് സ്നേഹമുള്ള മിസ്സസ് ബബിത സന്തോഷമാണ്. ബൈബിൾ സൊസൈറ്റിയുടെ നാഷണൽ കൗൺസിൽ അംഗമായിട്ട് ബബിത സേവനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഏറ്റവും സ്നേഹത്തോടുകൂടി മുൻപോട്ടുള്ള ഈ പ്രാർത്ഥന സെഷൻ്റെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് ബബിതയെ ദൈവനാമത്തിൽ ക്ഷണിക്കുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗം മുന്നമേ അറിഞ്ഞിരുന്നതും ഭൂമി ഇതുവരെ കണ്ടിട്ടില്ലാത്തതുമായ ശ്രേഷ്ഠമായ ഈ ഒരു നിമിഷത്തിൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിയുടെ നേതൃത്വത്തിൽ രണ്ടാമത് മേരി ജോൺസ് വനിതാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മെ ചേർത്തിരിക്കുന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ സമകാലീന ലോകത്തിൽ ക്രൈസ്തവ സമൂഹം പലതരത്തിലുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പലതരത്തിലുള്ള വെല്ലുവിളികളാണ് നമ്മുടെ ആത്മീയതയ്ക്കെതിരെ ശക്തമായ പ്രലോഭനങ്ങൾ ഉയർത്തുന്നത്. അണുകുടുംബ വ്യവസ്ഥിതി, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ശൃംഖല, ഗ്ലോബൽ വില്ലേജ് എന്ന ചിന്ത തുടങ്ങിയവയെല്ലാം തന്നെ ലോകത്തെ വളരെയധികം ചെറുതാക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ക്രിസ്തു കേന്ദ്രിതമായ ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ അർത്ഥസമ്പൂർണ്ണമാകുന്നത്. അത്തരത്തിലുള്ള ജീവിതം നയിക്കുന്നതിന്, കുടുംബത്തെ പരിപോഷിപ്പിക്കുന്നതിനും വനിതകൾക്ക് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ, കുടുംബത്തിൽ, ജീവിതത്തിൽ വളരെയധികം വലിയൊരു പങ്ക് വഹിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സമ്മേളനത്തിൽ നമ്മെ ഇത്രയും പേരെ ഇവിടെ കൂട്ടിച്ചേർത്ത ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിയുടെ പേരിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തു. ആദ്യമായി തന്നെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കോട്ടയം ബ്രാഞ്ച് പ്രസിഡന്റ് റവറൻഡ് ജോഗി ഫിലിപ്പ് അച്ഛനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടിതാവും പരിപാലകരും ഞങ്ങളെ ദിനംതോറും വഴി നടത്തുന്നവരുമായ നല്ല ദൈവമേ, സ്വർഗീയ കർമ്മപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി നന്ദിയോടുകൂടി ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അവിടുത്തെ തിരുമുൻപാകെ എടുത്ത് വരുവാനോളം ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ദിവസം അടികൾക്കായിട്ട് നീ ക്രമീകരിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് രണ്ടാമത് മേരി ജോൺസ് വിമൻസ് ഫെലോഷിപ്പ് റിട്രീറ്റായി കൂടി വരുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. നന്ദിയോടുകൂടെ സ്തോത്രം. വിവിധയിടങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേർന്ന് നിന്നെ സ്തുതിപ്പാൻ, ബോധപ്പെടുത്തുവാൻ, കർത്താവേ തിരുവചനവുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങളെ നിലനിർത്തുവാൻ തക്കവണ്ണം നൽകി തരുന്ന എല്ലാ കൃപകൾക്കായിട്ടും മുഖാന്തരങ്ങൾക്കായിട്ടും നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ തിരുമനസ്സിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഇത്രത്തോളം നിലനിൽപ്പാൻ തന്റെ ദാസനെ ശക്തീകരിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് നൽകിയതായ നേതൃത്വത്തെ തുടർന്ന് നന്ദിയോടുകൂടെ നിലനിർത്തുവാനുള്ള സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിൽ ആദ്യമുണ്ടെന്നതിൻ്റെ സാന്നിധ്യം കൃപയുണ്ടായിരിക്കുകയും നടക്കുന്ന എല്ലാ സെഷനും നേർന്നു നൽകുന്നതായ പ്രിയപ്പെട്ടവരെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിച്ച് വഴി നടത്തുകയും കർത്താവെ ഞങ്ങൾ നിനക്കുള്ളവരാകുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ കർത്താവെയും തിരുവചനവുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ബലം പ്രാപിച്ചു ഇവിടെ നിന്ന് മടങ്ങിപ്പോകാനുള്ളത് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് ക്രിസ്തുയേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ.
അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ ഓക്സിലറി സെക്രട്ടറി ആയിരിക്കുന്ന റവറൻ ജേക്കബ് ആന്റണി കോടതിയിൽ അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറി രണ്ടാമതായിട്ട് ഓക്സിലറി ലെവലിൽ മേരി ജോൺസ് വിമൻസ് ഫെലോഷിപ്പ് റിട്രീറ്റ് ആയിട്ട് കൂടി വരാനായിട്ട് സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് ആദ്യമേ തന്നെ ദൈവത്തിന് എല്ലാ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. കൃത്യസമയത്ത് തന്നെ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഇത്രയും ആളുകളെ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് കൂട്ടിവരാനായിട്ട് ദൈവം ഇടയാക്കി. നമ്മൾ ക്ഷണിച്ച വിശിഷ്ട അതിഥികളൊക്കെ വളരെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുവാനായിട്ട് ദൈവം ഇടയാക്കി. ഇതിനുള്ള പ്രിപ്പറേഷൻസിലൊക്കെ ഇത്രത്തോളം ദൈവത്തിൻ്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരവും ഈ ദൈവാലയത്തിൽ കടന്നു വന്ന് സ്നേഹമുള്ള ഇവിടുത്തെ ഇടവുകാരി ഷിബു അച്ഛൻ്റെയും മറ്റ് ജേക്കബ് ചെറിയാൻ സാറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനും ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി ഇന്നലെ തന്നെ പ്രാർത്ഥിച്ച് ആരംഭിക്കാനായിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ദൈവം ഇടയാക്കി. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് എല്ലാ നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. നമ്മുടെ ഈ റിട്രീറ്റിൻ്റെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ചിന്താവിഷയം സ്ത്രീകൾ വിശ്വാസത്തിൻ്റെ സംരക്ഷകരായി ഭവനത്തിലും സമൂഹത്തിലും എന്നുള്ള വളരെ കാലികമായ ഒരു ചിന്താവിഷയമാണ് നമ്മൾ ഒരുമിച്ച് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. മേരി ജോൺസ് വിമൻസ് ഫെലോഷിപ്പ് കമ്മിറ്റിയായിട്ട് ഒരുമിച്ച് കൂടി അനേക ചിന്തകൾ മനസ്സിലേക്ക് വന്നതിന് ശേഷം ഒരുമിച്ചുള്ള ഒരു തീരുമാനപ്രകാരമാണ് ഇപ്രകാരം ഒരു ചിന്ത എടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഇന്നത്തെ നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പം കുടുംബങ്ങളിൽ ഒത്തിരി വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മക്കൾ, അത് കുഞ്ഞുങ്ങളാണെങ്കിലും യുവതീ-യുവാക്കന്മാരാണെങ്കിലും അവർക്കും ഒത്തിരി ചലഞ്ചസ് ഇന്നത്തെ യുഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം ഏതാണെന്ന് ചോദിച്ചാൽ കുടുംബത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് അത് മറ്റ് പല ഘടകങ്ങളിലേക്കും അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു സമൂഹത്തിലെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബത്തിൻ്റെ പശ്ചാത്തലമാണ് ചുറ്റുപാടും എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നത്. ദൈവാലയങ്ങളാണെങ്കിലും കൂട്ടുകുടുംബമാണ് ദൈവാലയം. അതിലും വലിയൊരു ലാർജർ കമ്മ്യൂണിറ്റിയാണ് സമൂഹം, പിന്നീട് രാഷ്ട്രം, ഈ ലോകം തന്നെയും. ഒരു ബേസിക് യൂണിറ്റ് ആയിരിക്കുന്ന കുടുംബം എങ്ങനെയിരിക്കുന്നോ അതുപോലെ ആയിരിക്കും ഈ ലോകത്തെ മറ്റെല്ലാ ഘടകങ്ങളുടെയും ചിത്രം. ഓഫീസുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും മറ്റ് നമ്മുടെ പ്രവർത്തന ഇടങ്ങളിലാണെങ്കിലും ശുശ്രൂഷ ഇടങ്ങളിലാണെങ്കിലും കുടുംബത്തിൽ നിന്നുള്ള ആ ഒരു പിക്ചറിൻ്റെ ഒരു ലാർജർ ഫോമാണ് നമുക്കിവിടെയൊക്കെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് കുടുംബം അസ്വസ്ഥമാണെങ്കിൽ അസ്വസ്ഥതകൾ നിറഞ്ഞ കുടുംബം അസ്വസ്ഥതകൾ നിറഞ്ഞ സമൂഹത്തെയും വ്യക്തികളെയും സൃഷ്ടിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ബേസിക് ട്രീറ്റ്മെന്റ് കുടുംബത്തിൽ തന്നെ കൊടുക്കണം. കുടുംബത്തിലേക്ക് വരുമ്പോൾ കുടുംബത്തിലെ കുടുംബിനിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കൾച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ സ്ത്രീ കഥാപാത്രത്തിന് വളരെയധികം സ്വാധീനം കുടുംബാംഗങ്ങളുടെ മേൽ, പ്രത്യേകിച്ച് അവരെ വിശ്വാസത്തിൽ കരുപിടിപ്പിക്കുവാനായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയല്ല. ഈ ചിന്താ വിഷയത്തിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് സ്നേഹമുള്ള അഭിമന്യ തിരുമേനിയും അതുപോലെ തന്നെ സ്നേഹമുള്ള അരുണച്ചനും ഒക്കെ മറ്റുള്ള സെഷൻസ് എടുക്കുന്നവരും ഒക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ആമുഖമായിട്ട് സ്വാഗത ദൗത്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഈ തീമിനെ ബേസ് ചെയ്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട സെഷൻസ് നമ്മളിന്ന് കേൾക്കുമ്പം അത് നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു വലിയ രൂപാന്തരം, ഓരോരോ റോൾസ് സ്ത്രീജനങ്ങളായിട്ട് ഭവനത്തിൽ വഹിക്കുമ്പോൾ ആ റോളുകൾ ഏറ്റെടുക്കാനായിട്ട് റിട്രീറ്റ് മുഖാന്തരം കൂടുതൽ നമ്മളെ എക്വിപ്പ് ചെയ്യുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അമ്മയുടെ ബൈബിൾ, എൻ്റെ അമ്മയുടെ വിശ്വാസം, എൻ്റെ അമ്മയുടെ ദൈവം എന്നൊക്കെ പറഞ്ഞുള്ള പല സ്റ്റേറ്റ്മെന്റ് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അതുകൊണ്ട് അമ്മമാർക്ക് കുടുംബത്തിലുള്ള വലിയ സ്വാധീനമാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കാതെ സ്വാഗത ദൗത്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ നമ്മുടെ മീറ്റിംഗ് ഇനാഗുറേഷൻ ചെയ്യുവാനായിട്ടും നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ നമ്മുടെ മേരി ജോൺസ് കമ്മിറ്റിയിൽ ചിന്തിച്ചപ്പം സ്ത്രീകളുടെ ശബ്ദം കൂടുതൽ കേൾക്കാനായിട്ട് ഇടയായി തീരണം. അതുകൊണ്ട് മറ്റുള്ള ഗ്രീറ്റിംഗ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും കൂടുതലായിട്ട് വലിയ ഫോർമലായിട്ട് ഒരു മീറ്റിംഗിലേക്ക് പോകണ്ട എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ട് അപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. അഭിമന്യ മോസ്റ്റ് ഡോക്ടർ ഇവാനൻ മാർക്രിസോസ്റ്റമസ് മെട്രോപൊളിറ്റൻ തിരുമേനി തന്നെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനും അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗിന്റെ ഇനാഗുറൽ സ്പീച്ചും തിരുമേനി തന്നെ നിർവഹിച്ച് നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമ്മുടെ ഈ മീറ്റിംഗ് മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിനത്തിൽ ഓക്സിലറിയുടെ പ്രസിഡന്റായിരുന്ന മോസ്റ്റ് ഡോക്ടർ തിയോഡോഷ്യസ് മർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി ബാംഗ്ലൂരിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തിരുമേനിക്ക് ഈ പ്രോഗ്രാമിൽ വരാൻ പറ്റുകയില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ വൈസ് പ്രസിഡന്റായ വി എസ് ഫ്രാൻസിസ് തിരുമേനി
ജർമ്മനിക്ക് പോയതിനു ശേഷം ഇന്ന് വൈകുന്നേരമേ ഡയോസിസിൽ എത്തിച്ചേരുകയുള്ളൂ. രണ്ട് പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ നമ്മളുടെ ഈ മീറ്റിംഗ് ഇനാഗ്രേഷൻ ചെയ്യുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മോടുകൂടെ എപ്പോഴുമുള്ള യാതൊരു ഔപചാരികതയുമില്ലാത്ത, പ്രത്യേകിച്ച് തിരുമേനിയെ കുറിച്ച് പറയുന്ന മുഖവരോടൊന്നും തിരുമേനി ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയുന്നതിന് മുമ്പ് തിരുമേനി എഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അപ്രകാരമുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. 9 വർഷമായിട്ട് വളരെ അടുത്ത പരിചയമുള്ള നമ്മുടെ ഒരു വലിയ ശ്രേഷ്ഠ ഇടയനാണ് സ്നേഹമുള്ള ക്രിസ്റ്റോസ്റ്റം തിരുമേനി. മുഖവരൊന്നും ആവശ്യമില്ല. ഇപ്പോഴും തിരുമേനി 9 വർഷം ഓക്സിലറിക്ക് നേതൃത്വം നൽകി. ഓക്സിലറിയുടെ പ്രസിഡന്റ് എന്ന നിലയിലും ഓക്സിലറി കമ്മിറ്റി എന്ന നിലയിലും വളരെ ശക്തമായ നേതൃത്വം നൽകി. എന്നാൽ 9 വർഷത്തിൽ കൂടുതൽ മറ്റൊരു വർഷത്തിലേക്ക് ഒരാൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം പോകാൻ പറ്റാത്തതുകൊണ്ട് തിരുമേനി തൻ്റെ ഔദ്യോഗികമായ ശുശ്രൂഷയിൽ നിന്ന് താൽക്കാലികമായിട്ട് വിരമിച്ചു. എങ്കിലും ഇന്ത്യ ബൈബിൾ സൊസൈറ്റി ട്രസ്റ്റ് അസോസിയേറ്റഡ് നാഷണൽ കമ്മിറ്റി അംഗമായിട്ട് തിരുമേനി ഇപ്പോഴും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നു. ഓർത്തഡോക്സ് സഭയുടെ നിരണം ഭദ്രാസനത്തിൻ്റെ അധിപനായിട്ട് തിരുമേനി സേവനം ചെയ്യുന്നു. ഓർത്തഡോക്സ് സഭയുടെ സിനഡ് സെക്രട്ടറി എന്ന നിലയിൽ തിരുമേനി സേവനം ചെയ്യുന്നു. മറ്റനേക എക്യുമെനിക്കൽ സ്ഥാനങ്ങളിലും ഇപ്പോൾ തിരുമേനി നേതൃത്വം നൽകുന്നു. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി സ്നേഹത്തോടുകൂടി അപ്പോൾ തിരുമേനിയെ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു സമ്മാനം തിരുമേനിക്ക് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിങ്ങിന് നമുക്ക് വിഷയാവതരണം നടത്തുവാനായിട്ട് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള DS ആര്യ അച്ഛനാണ്. അച്ഛനെ ഒരു പക്ഷേങ്കിൽ നമുക്ക് പലർക്കും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പരിചയമുള്ള വ്യക്തിയാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. വിവിധ ബ്രാഞ്ചുകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ആളുകളുണ്ട്. അവരെ എല്ലാവരും നന്ദിയോടെ ഓർക്കുന്നു. ബൈബിൾ സൊസൈറ്റി റീജിയണൽ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ ആരെങ്കിലുമൊക്കെ പേര് വിട്ടുപോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എല്ലാ റീജിയണൽ കോർഡിനേറ്റേഴ്സിനെയും എല്ലാ ബ്രാഞ്ച് സെക്രട്ടറിമാരെയും വിമൻസ് ഫെലോഷിപ്പിന്റെ ഭാരവാഹികളെയും കൊച്ചമ്മമാരെയും കൊച്ചമ്മമാരെ ഇവിടെ നമ്മോട് കൂടെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കോതമംഗലം ബ്രാഞ്ചിലെ ആളുകളാണ് നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മേരി ജോൺസിന്റെ പ്രഥമ റിട്രീറ്റ് ഏറ്റെടുത്ത് നടത്തിയത് കോതമംഗലം ബ്രാഞ്ചാണ്. പ്രത്യേകിച്ച് അവർ ഒരുമിച്ച് വന്നത് നമുക്ക് സന്തോഷമാണ്. അവിടെ തുടങ്ങി ഇത് 2ാമത്തെ റിട്രീറ്റ് ആയിട്ട് കോട്ടയത്ത് തുടങ്ങാനായിട്ട് ദൈവം സഹായിച്ചു. അവരെ എല്ലാവരെയും ഞാൻ ഓർക്കുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞുവെങ്കിലും ബബിത സന്തോഷ് നമ്മുടെ നാഷണൽ കമ്മിറ്റി അംഗമാണ്. ഈ പ്രോഗ്രാമൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ബബിതയെ നന്ദിയോടെ ഓർക്കുന്നു. ഒരു കുഞ്ഞു വൈതലിനെ ബബിതയ്ക്ക് ദൈവം നൽകി. പ്രത്യേകിച്ച് ആ സന്തോഷം അതിനുശേഷം ആദ്യമായിട്ട് കുഞ്ഞു വൈതലിനെയായിട്ടാണ് ഒരു കുടുംബമായിട്ട് ഇവരെ എത്തിച്ചേർന്നിരിക്കുന്നത്. ബൈബിൾ സൊസൈറ്റിയുടെ ചെറുപ്പം മുതലെയുള്ള ഒരു ബാലികയായിരുന്നപ്പോൾ തന്നെ വേദപുസ്തക സമൂഹത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് ബബിത. ബബിതയോട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരും സാറിനോട് ചേർന്ന് അവിടുത്തെ സ്റ്റാഫുകളും മറ്റു ആളുകളും ഓക്സിലറിയുടെ സ്റ്റാഫും എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ഓർത്തുകൊണ്ട് ആരെങ്കിലും പേരെടുത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ദയവായിട്ട് ക്ഷമിക്കണം. എല്ലാവരും ഒഫീഷ്യൽസാണ്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത നമ്മുടെ ജേക്കബ് ആന്റണി അച്ഛനെ കുറിച്ച് ശരിക്കും ഇവിടെ ഓരോരുത്തരെയും പറഞ്ഞതുപോലെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. വളരെയധികം ആത്മാർത്ഥമായി ഡെഡിക്കേറ്റീവായി പ്രാർത്ഥനയോടെ നമ്മുടെ ഓക്സിലറി സെക്രട്ടറിയായി ഈ നാളുകളിൽ സേവനം ചെയ്തു വരുന്നു. അച്ഛൻ ചെറിയൊരു മന്ദഹാസത്തോടെ അല്ലാതെ ചെറുപുഞ്ചിരിയോടെ അല്ലാതെ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അച്ഛൻ്റെ ഈ സംസാരവും പ്രാകൃതവും പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളും മറ്റുള്ളവർക്ക് വളരെയധികം സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അച്ഛൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ യങ്സ്റ്റേഴ്സിന് വളരെയധികം പ്രചോദനാത്മകമാണ്. ഇന്ന് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത നാൾ മുതൽ ഇതിലേക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഇതിലേക്കായി പ്രവർത്തിക്കുകയും നമ്മോടൊപ്പം നിന്ന് ഇതിൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തു വരുന്ന നമ്മുടെ ഓക്സിലറി സെക്രട്ടറി റവറൻഡ് ജേക്കബ് ആന്റണി കൂടത്തിങ്കൽ അച്ഛനെയും ഈ സമ്മേളനത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഇപ്പോൾ വേദപുസ്തക വായനയുടെ സമയമാണ്. ഈ സമയം മേരി ജോൺസ് വിമൻ ഫെലോഷിപ്പിൻ്റെ കോട്ടയം ബ്രാഞ്ചിലെ മിസ്സസ് റീബ ജോൺ വേദഭാഗം വായനയ്ക്കാൻ ക്ഷണിക്കുന്നു. ഇന്നത്തെ പ്രത്യേക ദിവസത്തെ വായനയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 10 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തെ ശ്രദ്ധിപ്പിക്കും. The book of Exodus, chapter 2, verses beginning from 1 to 10.
എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവളൊരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. അവൻ എന്തു ഭവിക്കുമെന്നറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അവളുടെ ദാസിമാർ നദീതീരത്തൂടെ നടന്നു. അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ടുവരുവാൻ ദാസിയെ അയച്ചു. അവളത് തുറന്നാറെ പൈതലിനെ കണ്ടു. കുട്ടി ഇതാ കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു. അവൻ്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട്, ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരണമോ എന്ന് ചോദിച്ചു. ഫറവോന്റെ പുത്രി അവളോട്, ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. കന്യക ചെന്ന് പൈതലിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു. ഫറവോന്റെ പുത്രി അവളോട്, നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തണം, ഞാൻ നിനക്ക് ശമ്പളം തരാം എന്ന് പറഞ്ഞു. സ്ത്രീ പൈതലിനെ എടുത്തുകൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തി. പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൻ അവൾക്ക് മകനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവനെ മോശെ എന്ന് പേരിട്ടു. ഈ പാഠഭാഗം ഇങ്ങനെ വായിച്ച് അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. താങ്ക് യു ആൻറ്റി. അടുത്തതായി നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻ ഓക്സിലറി പ്രസിഡന്റും IBSDA മെമ്പറും ഓർത്തഡോക്സ് ചർച്ച് എപ്പിസ്കോപ്പൽ സിനഡ് സെക്രട്ടറിയുമായിരിക്കുന്ന തിരുമേനിയെ സ്വാഗതം ചെയ്യും. തിരുനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. വേദിയിലും സദസ്സിലും ഉപേക്ഷരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, അന്നരായ വൈദിക ശ്രേഷ്ഠരെ, വാത്സല്യമുള്ളവർ, ബൈബിൾ സൊസൈറ്റിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടും പോകാത്ത ഒരവസ്ഥയാണ്. പക്ഷേ ഈ ഒരു ഇന്നത്തെ കൂടിവരവിന് മറ്റാരെയും കിട്ടാത്തൊരു സാഹചര്യത്തിൽ സഹായിക്കണം എന്നുള്ള നമ്മുടെ സെക്രട്ടറി അച്ഛൻ്റെ റിക്വസ്റ്റിൻ്റെ മുമ്പിൽ ഞാൻ വിനയാന്വിതനായി പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ആമുഖവാക്കുകൾ കഴിയുമ്പോൾ ഡയസനത്തിൻ്റെ ഒരു ഗാനമുണ്ട്. ആ സമയത്ത് തന്നെ പോകാൻ അനുവദിക്കുക കൂടി ചെയ്യണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുക. കോട്ടയം ജേഴ്സിലെ മാർത്തമ്മ പള്ളി ഈ വളരെ അടുപ്പമുള്ള കടപ്പാടുള്ളൊരു പള്ളി. 2017 ബൈബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ചുമതല ഏറ്റെടുത്തത് ഈ ദേവാലയത്തിൽ വെച്ച്. പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരിക്കൽ കൂടി ഈ ദേവാലയത്തിലെ ബൈബിൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. ഈ ഇടവകയും ദേവാലയവും ബൈബിൾ സൊസൈറ്റിയോട് കാണിക്കുന്ന ആ സഹകരണത്തിനുള്ള കടപ്പാടും ഞാൻ അറിയിക്കട്ടെ. ഞാൻ ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളൊക്കെ വളരെ വൈകി മാത്രം കാണുന്ന ഒരാളാണ്. അപ്പോൾ സ്ത്രീകൾ വിശ്വാസത്തിൻ്റെ സംരക്ഷകരായി ഭവനത്തിലും സമൂഹത്തിലും എന്നുള്ളൊരു ചിന്താവിഷയമുണ്ടെന്നുള്ളത് ഞാൻ രാത്രി വളരെ വൈകി കിടക്കുന്നതിന് മുമ്പാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 വാക്ക് പറയുമ്പോൾ ഒരുപക്ഷെ അതിൻ്റേതായ ചില പരിമിതികൾ ഉണ്ടായിരുന്നിരിക്കാം. നാം ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നത് ബൈബിൾ സൊസൈറ്റിയുടെ എന്ന് മാത്രം പറഞ്ഞാൽ പോരായിരിക്കും. ദൈവവചന വ്യാപന ശുശ്രൂഷയ്ക്ക് ഒരു സംഘടിതമായ തുടക്കം കുറിക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു
ഒരു മകൾ വനിതയുടെ നാമത്തിൽ മേരി ജോൺസ്. നിങ്ങൾ ആ ശ്രേഷ്ഠ വനിതയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു, വായിച്ചിട്ടുണ്ടായിരുന്നു. 1784 ഡിസംബർ 16 ജനിച്ച് ഏതാണ്ട് 80 വയസ്സ് പൂർത്തിയാക്കി 1864 ഡിസംബർ 28 കർത്തൃസന്നിധിയിൽ ചേർന്നു. ജനനവും മരണവും ഒരേ മാസം തന്നെയാകാനുള്ള ഭാഗ്യമുണ്ടായി. തീയതികൾക്ക് ചെറിയ വ്യത്യാസം എന്നുള്ളതേ ഉള്ളൂ. അവരുടെ ഏറ്റവും വലിയ സംഭാവന എന്നുള്ളത് ലോകത്തിൽ ആദ്യമായി ഒരു ബൈബിൾ സൊസൈറ്റി തുടങ്ങാൻ അതിന് ഉള്ളൊരാശയം കൊടുക്കാൻ ഈ ധന്യ ജീവിതം കൊണ്ട് സാധിച്ചു. അവരുടെ ജീവിതം അതിനൊരു മുഖാന്തരമാണ്. 15-ാമത്തെ വയസ്സിൽ 26 മൈൽ, എത്ര കിലോമീറ്റർ വരും? ഒരു 40, മിനിമം 40-42 കിലോമീറ്റർ കാൽനടയായി പോയി ഒരു വേദപുസ്തകം സ്വന്തമാക്കണം എന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ പുറകിലുള്ള the painstaking effort of a young girl, ദൈവവചനത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം. ഒരു സാധു കുടുംബത്തിലാണ് അവർ ജനിച്ചത്. അവരുടെ ചെറുപ്രായത്തിൽ പിതാവ് മരിക്കുക. ഞാൻ കണ്ട ഒരു റൈറ്റപ്പിൽ അവരെ കുറിച്ച് പറയുന്നത് ചെറുപ്രായം മുതലേ ദേവാലയത്തിൽ വളരെ ക്രമമായിട്ട് പങ്കെടുക്കുമായിരുന്നു. ആരാധനയും വചന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞ് അവിടെ ദേവാലയത്തിൽ വെച്ചിരിക്കുന്ന വേദപുസ്തകത്തിൻ്റെ അടുത്ത് നിന്ന് അത് ആകെ കൂടി ഒന്ന് കണ്ട് സംതൃപ്തി അടഞ്ഞ് ഒന്ന് തൊട്ടിട്ടൊക്കെയാണ് പോകുന്നത്. ചെറുപ്രായത്തിൽ കുഞ്ഞായിരുന്ന സമയത്തുള്ള അവരുടെ വേദപുസ്തകത്തോട് തിരുവചനത്തോടുള്ള അവരുടെ ആ മനസ്സിൻ്റെ ആ അഭിനിവേശം. മേരി ജോൺസ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠിക്കാൻ പോയതിൻ്റെ ഏക ഉദ്ദേശം വേദപുസ്തകം വായിക്കണം എനിക്ക് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് പോയത് പോലും. ഇന്ന് നമ്മുടെ കുട്ടികളോട് എന്താ ജീവിതത്തിലെ ആഗ്രഹം പറഞ്ഞ് ഞാനൊക്കെ കേട്ടിട്ടില്ലാത്ത സങ്കല്പങ്ങളാണ് കുട്ടികളിൽ നിന്ന് മറുപടിയായിട്ട് വരുന്നത്. അവർക്ക് ഭൂമിയിൽ നിന്നാൽ പോലെ സ്പേസിൽ പോകണം, അതാകണം, അതാണ്. പക്ഷേ മേരി ജോൺസ് എന്ന് പറയുന്ന സാധുവായ ആ കുട്ടിക്ക് അവർ അക്ഷരം പഠിക്കാൻ ആഗ്രഹിച്ചതും അതിനുവേണ്ടി തുനിഞ്ഞതും ഒരേ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രമായിരുന്നു. To read the word of God. ദൈവവചനം വായിക്കും. അപ്പൊ അതുകൊണ്ട് അക്ഷരം പഠിക്കാനും വായിക്കാനുമുള്ള കഠിനമായ ഉത്സാഹവും പരിശ്രമവും അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. പഠനം കഴിഞ്ഞ് ഒരു വേദപുസ്തകം പള്ളിയിൽ പരസ്യമായി വായിക്കാൻ അവർക്ക് കിട്ടിയ ഒരവസരം വളരെ സ്ഫുടതയോടെ വ്യക്തതയോടെ ആ വായിച്ച അനുഭവം അവരെ അനേകരെ അഭിനന്ദിച്ച നിമിഷങ്ങൾ. അതുകൊണ്ടും അവർക്ക് ആഗ്രഹം തീരുന്നില്ല. How can I have a personal copy of the Bible? അതിലെ ഓരോ ഘട്ടത്തിലും അവരുടെ ജീവിത വളർച്ചയുടെ ഓരോ ഘട്ടവും ദൈവവചനവുമായി ബന്ധപ്പെട്ടാണ്. പള്ളിയിൽ പോയാൽ ദൈവവചനം കേട്ടാൽ
മാത്രം പോരാ, അതിൻ്റെ അടുത്തിയെന്ന് അതൊന്ന് തൊടണം, ഒന്ന് അടുത്ത് കാണണം. അത് വായിക്കാൻ വേണ്ടി അക്ഷരം പഠിക്കണം, വിദ്യാഭ്യാസം നടത്തണം. അത് വായിക്കണം, പരസ്യമായി വായിക്കാൻ ഒരവസരം കിട്ടിയത് തൻ്റെ ജീവിതത്തിലെ ഭാഗ്യ നിമിഷമായിട്ടാണ് അവർ കാണുന്നത്. പിന്നീട് എനിക്കെങ്ങനെ സ്വന്തമായി ഒരു വേദപുസ്തകം സമ്പാദിക്കാം? അവർ പറഞ്ഞു, ഐ ആം റെഡി ടു ഡു എനി വർക്ക് ടു സേവ് മണി ഫോർ എ ബൈബിൾ. I am ready to do any work to save money to buy a Bible. ഒരു വേദപുസ്തകം സ്വന്തമാക്കാൻ അതിനുള്ള ധനശേഖരണത്തിന് വേണ്ടി ഞാൻ എന്തു ജോലിയും ചെയ്യും. അപ്പോൾ അവരുടെ ജോലി പോലും റിലേറ്റഡ് ടു ദ ബൈബിൾ. വേദപുസ്തകം ഫോർ ദ സേക്ക് ഓഫ് ദ ബൈബിൾ, വേർഡ് ഓഫ് ഗോഡ്. അതിന് ഇന്ന ജോലി എന്നല്ല, എന്ത് ജോലി. ഒരു കുട്ടിയായിട്ട് പറയുന്നത്, ഒരു ബാലികയാണെന്ന് പറയുന്നത്, ഐ ആം റെഡി ടു ഡു. അവരുടെ മനസ്സ് വായിക്കണം പ്രിയമുള്ളവർ. ഞാൻ അവരുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുക. ദൈവവചനത്തോടുള്ള അഭിനിവേശം, അടങ്ങാത്ത ആ തീവ്രമായ ആഗ്രഹം, അതിന് എന്ത് ജോലിയും ചെയ്യാനുള്ള അവരുടെ സന്നദ്ധത. യേശുനഗരാനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തത് 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് 4 കൂടെ നോക്കിയാൽ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. അതല്ല ഞാൻ അതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ പരിമള തൈലം കൊണ്ട് വിലയേറിയ യേശു ബഥാന്യയിൽ കുഷ്ഠരോഗിയായിരുന്ന ശമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ളതേ ഉള്ളൂ. മറ്റ് സുവിശേഷ ഭാഗങ്ങളിൽ അതാരാണെന്നൊക്കെ പറയുന്നുണ്ട്. പോകട്ടെ, വിലയേറിയ പരിമള തൈലം നിറഞ്ഞ പെങ്ങൾ ഭരണിയുമായി വന്ന് അവനെ അഭിഷേകം ചെയ്തു. അപ്പൊ അതിന് പലരും അവിടെ ഉണ്ടായിരുന്നവർ പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, അവളെ അസഹ്യപ്പെടുത്തരുത്. ലോകത്തിൽ എങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. പക്ഷേ ഞാൻ കർത്താവ് ആ അഭിഷേകം ചെയ്ത സ്ത്രീയെക്കുറിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനം ഞാൻ ലിറ്ററലായിട്ട് എടുത്തിട്ട് മേരി ജോൺസിൻ്റെ ജീവിതവുമായിട്ട് ഞാനൊന്ന് ചേർത്ത് വെച്ച് വായിക്കാനായിട്ട് ശ്രമിക്കും. ലോകത്തിൽ എങ്ങും ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം നടക്കുന്നിടത്തെല്ലാം 18-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ജീവിതം ആരംഭിക്കുകയും 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗം കഴിഞ്ഞവരെ ജീവിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യാം. അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രം ലഭിച്ചിരിക്കാൻ ഇടയിലുള്ള ഒരു സ്ത്രീയെ എന്നും സ്മരിക്കുന്നത് ആദരവപൂർവം ക്രൈസ്തവ സമൂഹം കാണുന്നത് ദൈവവചനത്തോടും ദൈവവചനത്തിലുമുള്ള അവരുടെ പ്രതിബദ്ധതയും അതിനോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമാണ്. ഞാൻ ദീർഘിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. 20-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രഭാഷകനായ സുവിശേഷ പ്രസംഗകനായ മെഡിക്കൽ ഡോക്ടറെ കുറിച്ച് മനസ്സിലാക്കി. ഡോക്ടർ മാർട്ടിൻ ലിയോയിഡ് ജോൺസൺ അദ്ദേഹത്തിൻ്റെ പേര്. ബേസിക്കലി ഹി വാസ് എ മെഡിക്കൽ ഡോക്ടർ
At the same time, he was an evangelist too. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം നടക്കുന്ന സമയത്ത് ശ്രോതാക്കളിൽ ഒരാൾ അല്പം ശബ്ദം ഉയർത്തി ആമേൻ 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 എന്ന് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി. നമുക്കറിയാം, ഒരു പ്രസംഗം നടത്തുമ്പോൾ ഫീഡ്ബാക്ക് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ആൻഡ് ഗുഡ്. നമുക്കെല്ലാവരും പ്രസംഗിക്കുമ്പോൾ ശ്രോതാക്കളിൽ നിന്ന് അനുഭവപൂർവമായ പ്രോത്സാഹനജനകമായ സമീപനം ഞാനത് വായിക്കുന്നുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മുഖഭാവത്തിൽ നിന്ന് ഞാനിപ്പോൾ അത് വായിക്കുന്നുണ്ട്. ചിലർക്കത് മാത്രം പോരാ, മുഖഭാവം മാത്രം പോരാ, അവര് ആമേൻ എന്ന് പറയും. പക്ഷേ ഈ ശ്രോതാക്കളിൽ ഒരാൾ തുടർച്ചയായിട്ട് ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി. അത് ഈ മാർട്ടിൻ ലോയ്ഡ് ജോൺസിന് ഒരു ന്യൂസൻസായിട്ട് അദ്ദേഹത്തിന് മാത്രമല്ല, അത് കേട്ടോണ്ടിരുന്ന മറ്റുള്ളവർക്കും ഒരു ന്യൂസൻസായിട്ട് തോന്നിയപ്പോൾ അദ്ദേഹം അതൊന്ന് നിർത്താനായിട്ട് പറഞ്ഞു. സാർ, the gospel is not meant to be applauded, but it is meant to be applied. ഈ സുവിശേഷം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രസംഗം ഇത് കൈകൊട്ടി ഇങ്ങനെ ചെയ്യാനുള്ളതല്ല, അതല്ല അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കപ്പെടുന്നത്. But it is meant to be applied in life. In life എന്നുള്ളത് ഞാൻ ചേർക്കുക, ലോയുടെ അത് പറഞ്ഞിട്ടില്ല. ഇത് പ്രാവർത്തികമാക്കാൻ ഉള്ളത്. മിനിഞ്ഞാന്ന് ജാനുവരി 30 പ്രത്യേകത ആർക്കെങ്കിലും എന്ന് പറയാം. ഗാന്ധി ജയന്തിയല്ല, മഹാത്മാഗാന്ധിയുടെ 77ാം രക്തസാക്ഷിത്വ ദിനമായിരുന്നു. ഇപ്പം മലയാള മനോരമയിൽ റാം മോഹൻ പാലിയത്ത് എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ ഒരു ശ്രദ്ധേയനായ എഴുത്തുകാരല്ല, കഥയും നോവലും ഒന്നുമല്ല, കാലികമായ വിഷയങ്ങളെ കാലികമാത്ര പ്രസക്തിയോടുകൂടി എഴുതുന്ന ഒരാളുടെ ഒരു ലേഖനം മനോരമയിൽ ഉണ്ടായിരുന്നു. വായിച്ചവർ ഉണ്ടാകും. അക്രമം അഹിംസയെ മൂടുന്നു. അക്രമം അഹിംസയെ മൂടുന്നു. ഇന്ന് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ കുഞ്ഞുനാളിൽ ഒക്കെ ഈ അക്രമങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് പുരുഷന്മാരായിരുന്നു, വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവരുമായിരുന്നു. പക്ഷേ ഇന്ന് സ്ത്രീകളോട് ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് വിദ്യാസമ്പന്നരായ സ്ത്രീകൾ പോലും പുരുഷന്മാർ ചെയ്യാൻ മടിക്കുന്ന അക്രമം ചെയ്യുന്നു. അടുത്തിടെ നടന്ന കഴിഞ്ഞ ഒരു 2-3 മാസത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ നടന്ന 3 സംഭവങ്ങൾ ഞാൻ പറഞ്ഞു. തിരുവനന്തപുരക്കാർക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഒരു പൾമനോളജിസ്റ്റ് MD-കാരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോയി ഒരു സ്ത്രീയെ വെടിവെച്ചത് അവരുടെ ഭർത്താവുമായിട്ടുള്ള ചില ഇൻവെർട്ടഡ് കൊമേഴ്സ് ബന്ധങ്ങൾ. ഒരു പൾമനോളജിസ്റ്റ് MD ബിരുദധാരി. കരുനാഗപ്പള്ളി അടുത്ത് 2 ഡോക്ടേഴ്സ്, വിവാഹിതരല്ല, പുരുഷനും സ്ത്രീയും, മദ്യലഹരിയിൽ കാർ ഓടിച്ചു പോയ സമയത്ത് ഒരാളെ ഇടിച്ചിട്ടു. ആ വനിതാ ഡോക്ടർ കാർ ഓടിച്ച ആ പുരുഷനോട് പറയാം, പുറത്തുകൂടി കയറ്റിവിട്ടേ. കുണ്ടറയടുത്ത് ഒരു ബാങ്കിൻ്റെ മാനേജരായ ഒരു വനിത, പാപ്പച്ചൻ എന്ന് പറഞ്ഞ ഒരാൾ മിലിറ്ററി ജോലി കഴിഞ്ഞ് വന്ന് കിട്ടിയ പണമെല്ലാം കൂടെ ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിക്ഷേപിച്ചത് സ്വന്തമാക്കാൻ വേണ്ടി വാഹനം പിടിച്ച് കൊല്ലാൻ അതിനുള്ള
അത് സംഘടിപ്പിച്ചത് ഒരു വനിതാ മണിതനാണ്. അതുകൊണ്ട് സ്ത്രീകളെല്ലാം മോശമാണെന്നല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വേദനാജനകമായ ശുഭോദർക്കമല്ലാത്ത മാറ്റങ്ങൾ റാം മോഹൻ പായ്ലറ്റ് എഴുതുന്നതിന് കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഞാൻ 3 ഉദാഹരണം പറയട്ടെ. പുതുവർഷ പുലരിയിൽ 11-9 ക്ലാസ്സുകളിൽ പഠിക്കുന്ന 2 കുട്ടികൾ ഒരു കൊല ചെയ്തത് നമ്മുടെ മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞു. മൊബൈൽ ഫോൺ ക്ലാസ്സിൽ കുട്ടികൾ ഉപയോഗിക്കരുതെന്നുള്ളത് PTA യോഗത്തിൽ സംയുക്തമായിട്ടെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വാങ്ങിച്ചതിന് 11ാം ക്ലാസ്സുകാരൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പലെ ഭീഷണിപ്പെടുത്തത് അറിഞ്ഞില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ ആരും അറിയുന്നില്ല എന്നുള്ളത് അറിഞ്ഞില്ലേ? അറിഞ്ഞു. ഓ, ഇതിങ്ങനെ നടക്കുമെന്നുള്ളതല്ലാതെ നമ്മളെ നൊമ്പരിപ്പിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഇതെല്ലാം അധികം തിരുവനന്തപുരത്ത് ബസ്സിൽ പോയ 11ാം ക്ലാസ്സുകാരൻ 9ാം ക്ലാസ്സുകാരനെ കുത്തി. അപ്പോൾ ഇത് റാം മോഹൻ പായ്ലറ്റ് ഇത് അവലോകനം ചെയ്തിട്ട് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രധാന ഘടകം കുടുംബങ്ങളുടെ ഈ അപകടകരമായ അവസ്ഥയിലേക്കുള്ള വ്യതിയാനമാണ് ഇതിനൊക്കെയുള്ള മുഖ്യ കാരണങ്ങളിൽ ഒന്ന്. ക്രൈസ്തവ കുടുംബങ്ങൾ അങ്ങനെയല്ലായിരുന്നു. ഈ റാം മോഹൻ പായ്ലറ്റ് കുറേ നാളുകൾക്ക് മുമ്പ് മാതൃഭൂമിയിൽ അദ്ദേഹം എഴുതി, കേരളക്കരയിൽ കെട്ടുറപ്പുള്ള അച്ചടക്കമുള്ള കുടുംബ സംവിധാനം മലയാളികൾക്ക് കാട്ടിക്കൊടുത്തത് കേരളത്തിലെ ക്രൈസ്തവരായിരുന്നു എന്ന്. നമ്മുടെ പൂർവികരെ കുറിച്ച് നമ്മുടെ അത്രയും വിദ്യാഭ്യാസമോ സാമ്പത്തിക പുരോഗതിയോ ലോക സുഖ സൗകര്യങ്ങളോ ഇല്ലാതെ ഈ മണ്ണിൽ ജീവിച്ച നമ്മുടെ പൂർവികരെ കുറിച്ച് ഒരു ഹൈന്ദവ സ്നേഹിതൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സന്ദേശമാണ് കെട്ടുറപ്പുള്ള അച്ചടക്കമുള്ള കുടുംബ സംവിധാനം ഈ നാട്ടിൽ കാട്ടിക്കൊടുത്തത് കേരളത്തിലെ ക്രൈസ്തവരാണ്. ഇന്ന് നമ്മുടെ എത്ര കുടുംബങ്ങളെ കുറിച്ച് ഇങ്ങനൊരു സാക്ഷ്യം നടത്താനായിട്ട് സാധിക്കും? ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തി. നിങ്ങളും ചിലരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പം എനിക്ക് ഒരുപാട് ഗ്രൂപ്പുകളിൽ പെട്ടുപോയിട്ടുണ്ട്. ഞാൻ 1970 10ാം ക്ലാസ് പാസ്സായത്. ഈയിടെ ആരാണ്ടെല്ലാം കൂടെ ഉത്സാഹിച്ച് ഞങ്ങളുടെ ഒരു 10ാം ക്ലാസ് ഗ്രൂപ്പ് തട്ടിക്കൂട്ടി. പിന്നെ സെമിനാരി ഗ്രൂപ്പ്, ഔദ്യോഗിക ഗ്രൂപ്പ്, വഴിയെ പോകുന്ന ഗ്രൂപ്പ്, ഇങ്ങനെ ഗ്രൂപ്പുകളുടെ കാണും. അതിൽ ഒരു ഗ്രൂപ്പിൽ വന്നത് ഇവിടെ നിന്ന് മണർകാടിന് പോകുന്ന വഴി കഞ്ഞിക്കുഴി കളത്തിപ്പടി ഒരു ജംഗ്ഷൻ, അവിടെ ലോട്ടറി വിൽക്കുന്ന, ഇന്ന് പോയാലും കാണാം, വന്നിട്ടുണ്ടെങ്കിൽ റോസമ്മ എന്ന് പറയുന്ന ഒരു വനിതയെക്കുറിച്ച് ഞാൻ ആദ്യോടൊപ്പം കരഞ്ഞുകൊണ്ടാണ് ഞാനത് കണ്ടത് കേട്ടത്. അന്ധയായ സ്ത്രീ കളത്തിപ്പടി ലോട്ടറി വിൽക്കുന്നു, ടിക്കറ്റ് വിൽക്കുന്നു. അന്ധയായ ഒരു സ്ത്രീ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പോകണമെങ്കിൽ അവരുടെ സാമ്പത്തിക പശ്ചാത്തലം ചിന്തിക്കാനുള്ളത്. കഴിഞ്ഞ 2-3 ദിവസമായി വിറ്റുപോകുന്ന ടിക്കറ്റും കിട്ടുന്ന പണവും വീട്ടിൽ കൊണ്ട് നോക്കിക്കുമ്പോൾ ടാലിയാകുന്നില്ല. വിറ്റുപോകുന്ന ടിക്കറ്റിനനുസരിച്ച് പണം ഉണ്ടാകണമല്ലോ, അത് നടക്കുന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ആരോ ടിക്കറ്റ് മോഷ്ടിക്കുന്നുണ്ട്. കൂട്ടുകാരിയോട് പങ്കുവെച്ചു. അപ്പം അവർ പറഞ്ഞു, നീ ഒരു പെൻ ക്യാമറ വാങ്ങിച്ചു എവിടെയെങ്കിലും സൂക്ഷിച്ച് നീ ആളിനെ പിടിക്കും. പെൻ ക്യാമറ വാങ്ങിക്കാൻ നിവൃത്തിയുണ്ടെങ്കിൽ ലോട്ടറി ടിക്കറ്റ് വയ്ക്കാൻ പോകേണ്ട കാര്യമുണ്ട്.
എങ്കിലും എവിടുന്നോ സംഘടിപ്പിച്ചു, അവരാളിനെ പിടിച്ചു. ജന്മം ചെയ്താൽ ആ ആൾ സമ്മതിക്കില്ല. അത് ഈ റോസ് എന്ന് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ട്, പക്ഷേ ഞാനിത് ആരോടും പറയുകയില്ല. അവസാനം ഗതികെട്ട് പോലീസിലും പരാതിപ്പെടുകയില്ലെന്ന് പറഞ്ഞപ്പോൾ ആ ആള് സമ്മതിച്ചു. ബാക്കി റോസ് എന്ന് പറഞ്ഞത് കേൾക്കണം. ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളി പോകുന്നൊരു സ്ത്രീയാണ്. അവിടെ തിരുവചന വായനയും സുവിശേഷ പ്രസംഗവും കേൾക്കുന്നവളാണ് ഞാൻ. യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ ക്ഷമ, ഇതൊക്കെ ഞാൻ കേൾക്കുന്നവളാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകി. വേദപുസ്തകം വായിക്കാൻ അവർക്ക് നിവൃത്തിയില്ല. പക്ഷേ ദേവാലയത്തിൽ പോയി എല്ലാ ആഴ്ചയും തിരുവചനം വായന കേൾക്കുന്നവളാണ് ഞാൻ. അവിടെ സുവിശേഷ പ്രസംഗം കേൾക്കുന്നവളാണ് ഞാൻ. അവിടെ തീരുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. നമ്മുടെ തലക്കെട്ട് സ്ത്രീകൾ വിശ്വാസത്തിൻ്റെ സംരക്ഷകരായി ഭവനത്തിലും സമൂഹത്തിലും. റോസമ്മ ഇത് കണ്ടു കഴിഞ്ഞ് എനിക്കൊരാഗ്രഹമുണ്ട്, റോസമ്മയൊന്ന് കാണണം. റോസമ്മയെ കാണാനുള്ള കൊതികൊണ്ടല്ല, ഈ റോസമ്മയൊന്ന് കാണണം. ഞാൻ എൻ്റെ വണ്ടി ഓടിക്കുന്ന സാഹചര്യനോട് പറഞ്ഞാൽ ഇനി കോട്ടയത്ത് പോകുന്നത് മണർകാട് കളത്തിപ്പടി വഴി പോകും. അപ്പം എൻ്റെ മനസ്സിലുണ്ട് അവിടെ ചെന്ന് ഈ സ്ത്രീയുടെ കയ്യിലെങ്കിലും ഒന്ന് തൊട്ട് അവരോടൊന്ന് വർത്തമാനം പറയാം. വാസ്തവത്തിൽ അവരുടെ കാല് തൊട്ട് വന്നിക്കേണ്ടത്, കാരണം നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ അതെ. പക്ഷെ ഞാൻ വന്ന സമയത്ത് ഒരു പല കളറുള്ള കുട വിടർത്തി അതിന് കീഴിൽ റോസമ്മയും നിൽപ്പുണ്ട്. പക്ഷെ അതിന് ചുറ്റും കുറേ ആൾക്കാരും ഓട്ടോറിക്ഷകളും എല്ലാം കൂടെ കിടക്കുന്നു. പിന്നെ ഞാൻ കൂടി ഇറങ്ങി ചെന്ന് ഒരു സീൻ അവിടെ സൃഷ്ടിക്കണ്ട എന്ന് കണ്ട് ഞാൻ വണ്ടി നിർത്തിച്ച് മാറ്റി വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു. ഞാൻ ഈ പള്ളിയിൽ നിന്ന് നിങ്ങളോട് പറയുന്നു, ഞാൻ എൻ്റെ 2 കൈകളും എൻ്റെ നെഞ്ചത്ത് വെച്ച് ആരും കാണാതെ ഞാൻ അവരുടെ മുമ്പിൽ എൻ്റെ ശിരസ് നമിച്ചു. എനിക്ക് സംതൃപ്തിയായി ഞാൻ വണ്ടി വിട്ട് പോവുകയും ചെയ്തു. മത്സരങ്ങളിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്നതൊന്നും ആ സ്ത്രീക്കില്ലെന്ന് വിചാരം. വേഷമാണെങ്കിൽ വളരെ വളരെ മുഷിഞ്ഞ വളരെ പഴക്കമുള്ളതാണ് എന്ന് എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ കാണും. എന്തെല്ലാം ഉണ്ടായാലും സുവിശേഷവും ജീവിക്കുന്ന ക്രിസ്തുവുമായൊരു ബന്ധമില്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടായിട്ട് എന്ത്? എനിക്ക് ആ സ്ത്രീയോടുള്ള ആദരവ് സുവിശേഷത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ്. ഞാൻ ക്ഷമിക്കുന്നു എന്നൊരു വാക്ക് പറയാൻ ശ്രമിച്ചാൽ എത്രയോ ഭവനങ്ങൾ സ്വർഗമാകും. പ്രിയമുള്ളവരെ, ഇന്നലെ എനിക്ക് ഒരാൾ ക്രമമായിട്ട് ഞാൻ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ നല്ല സന്ദേശങ്ങൾ അയക്കുന്നു. അതിലൊന്ന് ഞാൻ ഇന്നലെ എൻ്റെ പള്ളിപ്രസംഗത്തിലും പറഞ്ഞു, ലവ് ആൻഡ് ഈഗോ are the branches of a same tree. ഒരേ വൃക്ഷത്തിൻ്റെ 2 ശിഖരങ്ങളാണ്, ശാഖകളാണ്. ലവ് ആൻഡ് ഈഗോ. ഈഗോ എന്ന് പറഞ്ഞാൽ താൻ വരുമ്പോൾ ജാട,
എന്നൊക്കെ അതിന് കോണ്ടെക്സ്റ്റലായിട്ട് അതിനെ വിശദീകരിക്കും. ലവ് ഓൾവേസ്, ലവ് ഈസ് റെഡി, ലവ് ഈസ് ഓൾവേസ് റെഡി ടു സേ സോറി. ഈഗോ ഈസ് ഓൾവേസ് ready to hear sorry. നിങ്ങൾക്ക് ആ ഡിഫറൻസ് കിട്ടിയോ? ലവ് ഈസ് ഓൾവേസ് റെഡി ടു സേ സോറി. ക്ഷമിക്കണം എന്ന് പറയാൻ സ്നേഹം എപ്പോഴും റെഡിയാണ്. ഈഗോ, കലക്കനമുണ്ടല്ലോ, ജാടയുണ്ടല്ലോ, തൻപൊരുമയുണ്ടല്ലോ, അതെപ്പോഴും റെഡിയായിട്ടിരിക്കുന്നത് പറയാനല്ല, കേൾക്കാൻ. റാസുമേനിൽ ക്രിസ്തു ജീവിക്കുന്നു, സുവിശേഷം ജീവിക്കുന്നു. അത് ഭവനത്തിലും സമൂഹത്തിലും സംരക്ഷിക്കപ്പെടുക മാത്രമല്ല, വ്യാപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്യും. താങ്ക് യു സോ മച്ച് തിരുമേനി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടല്ലോ തിരുമേനി പറഞ്ഞത്, ഗോസ്പൽ ഈസ് മീൻ ടു ബി അപ്ലൈഡ് ഇൻ ലൈഫ്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതായിരിക്കണം വചനം. നാം നേരത്തെ കേട്ടു, മേരി ജോൺസ് എന്ന ബാലിക വേദപുസ്തകം മറ്റുള്ളവർക്ക് നൽകുന്നതിന് വേണ്ടി ഭഗീരഥ പ്രയത്നം അർപ്പിച്ചത് നമുക്കറിയാം. എന്നാൽ ഇന്നിൻ്റെ കാലത്ത് നമുക്കൊരു വേദപുസ്തകം ലിറ്ററലി മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും വേദപുസ്തകമായിട്ടാണെങ്കിലും കൊടുക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. പക്ഷേ അക്ഷരാർത്ഥത്തിൽ വേദപുസ്തകത്തിൽ ദൈവവചനത്തിൽ ജീവിക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. തൻ്റെ സന്ദേശത്തിലൂടെ ഇന്നിൻ്റെ ഈ അട്രോസിറ്റീസ് തിരുമേനി വിവരിച്ചപ്പോൾ, ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ വേദപുസ്തകത്തിൽ ജീവിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരും ചെയ്യേണ്ട അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, നമ്മെ കാണുന്നവർ യേശുവിനെ കാണണം, നമ്മെ കേൾക്കുന്നവർ യേശുവിനെ കേൾക്കണം, നമ്മോട് സംസാരിക്കുന്നവർ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയണം. അക്ഷരാർത്ഥത്തിൽ നാം ഓരോരുത്തരും ജീവനുള്ള ദൈവത്തിൻ്റെ പത്രമായി തന്നെ ജീവിക്കണം. ദൈവവചനം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ശരിക്കും തൻ്റെ എളിമയിലൂടെയും സ്നേഹത്തിലൂടെയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെയും അത്തരത്തിലൊരു ജീവിതം കാഴ്ചവെക്കുന്ന തിരുമേനിക്ക് നമ്മുടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിയുടെ ഈ വനിതാ സമ്മേളനത്തിൻ്റെ ഹാർദമായ നന്ദി ഈ സമയം അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഈ വനിതാ സമ്മേളനത്തിൻ്റെ ഒരു തീം സോങ് ആലപിക്കുന്നതിനായി കോട്ടയം ബ്രാഞ്ച് കൊയറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സോങ് ബുക്കിലെ അവസാനത്തെ ഗാനം നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എൻ ഈശ്വര. സോങ് ബുക്കിലെ 4ാമത്തെ ഗീതം ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവത്തിന് നന്ദി കരങ്ങൾ.
പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാലിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. കൂരിരുൾ താഴ്വരാതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരാതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. ജീവിതശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിതശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ.